ഹായ് എവരി വൺ, എ വെരി ഗുഡ് ഡേ ടു ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ, ബട്ട് ഇറ്റ് ഹാസ് എ കമ്പോണൻറ്റ് ഓഫ് കപ്പാസിറ്റർ ഇൻ ഇറ്റ്. ഈ കപ്പാസിറ്ററിലുള്ള ചാർജ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്ററിലുള്ള ചാർജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന സർക്യൂട്ടിനകത്ത് 72 വോൾട്ട് സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. 6 ഓം റെസിസ്റ്റൻസ്, 2 ഓം റെസിസ്റ്റൻസ്, 10 ഓം റെസിസ്റ്റൻസ് ആൻഡ് 4 ഓം റെസിസ്റ്റൻസ്. നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് അറിയാം. കപ്പാസിറ്ററിൽ സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് കടന്നു പോകാൻ സാധിക്കില്ല. കറണ്ട് അതിൻ്റെ മാക്സിമം വരുന്ന കണ്ടീഷൻ, അല്ലെങ്കിൽ കപ്പാസിറ്ററിൽ സ്റ്റഡി ചാർജ് ആയിക്കഴിഞ്ഞാൽ ചാർജിൻ്റെ വാല്യൂ പിന്നീട് വേരി ചെയ്യാനില്ലാത്തൊരവസ്ഥ, മാക്സിമം ചാർജ് ആയിക്കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് കടന്നു പോവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്, കറണ്ട് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഈ ബ്രാഞ്ചിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയി ഇങ്ങനെ വന്ന് ഇതിലെ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന രീതിയിൽ എടുക്കാം. ഈ ബ്രാഞ്ചിൽ എന്തില്ല, കറണ്ട് ഇല്ലാത്ത രീതിയിൽ എടുക്കാം. കാരണം കപ്പാസിറ്റർ ബ്ലോക്സ് സ്റ്റഡി കറണ്ട്. കപ്പാസിറ്റർ ബ്ലോക്സ് സ്റ്റഡി കറണ്ട്. സോ ഇനി നമുക്ക് വേണ്ടത് ഈ കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം ചാർജിൻ്റെ ഇക്വേഷൻ എന്താ, ചാർജ് Q = CV എന്നാണ്. ആ V എന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ്സിൻ്റെ അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് ഈ 10 ഓം റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. 10 ഓം റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും കപ്പാസിറ്റർ പ്ലേറ്റ്സിന് അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ 10 ഓമിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 10 ഓമിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ, ഇതിലൂടെ കറണ്ട് ഇങ്ങനെ കടന്നു പോകുന്നു. ഈ രണ്ട് റെസിസ്റ്റൻസ് വിൽ കൺസിഡർ ഇറ്റ് ടു ബി ഇൻ സീരീസ്. അപ്പം 10 ഓമും 2 ഓമും സീരീസ് ആയിട്ട് എടുക്കാം. ഇത് രണ്ടും നമുക്ക് സീരീസ് കോമ്പിനേഷനിൽ കൺസിഡർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എത്രയായി, 10 + 2 12 ഓം. എന്തുകൊണ്ടാണ് സീരീസ് ആയത്, ഈ പോയിന്റ് വെച്ചിട്ട് കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നില്ലാത്തത് കൊണ്ടാണ് ഇത് സീരീസ് കോമ്പിനേഷനിലേക്ക് മാറിയത്. ഇനി ഈ 12 ഓം ഈ 4 ഓം ആയിട്ട് പാരലാണ്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി വരയ്ക്കാം. ഇത് 6 ഓം, ഇവിടെ വരുമ്പോൾ ഇത് 4 ഓം, 10ഉം 2ഉം കൂടെ ചേർത്തിട്ടെടുത്താൽ വിൽ ബി ഗെറ്റിംഗ് 12 ഓം റെസിസ്റ്റൻസ്. ഇങ്ങനെ ഇവിടെ 12 ഓം ആയി, ഇത് 4 ഓം, ആൻഡ് വി ഹാവ് എ സെൽ കണക്റ്റഡ് ടു ദിസ് 72 വോൾട്ട്. ഇങ്ങനെ വരും. ഇത് 6 ഓം ആണ്. ഇതിൻ്റെ അക്രോസ് ആണ് നമ്മൾ ഒരു കപ്പാസിറ്റർ കണക്ട് കാരണം 12 ഓമിൻ്റെ അക്രോസ് ആയപ്പോൾ ഈ 10ഉം 2ഉം കൂടെ സീരീസ് ആയിട്ട് എടുത്ത് 12 ഓം ആയി. ആ 12 ഓമിൻ്റെ അക്രോസ് ആണ് കപ്പാസിറ്റർ വന്നിരിക്കുന്നത്. ഇനി ഈ 12ഉം ഈ 4ഉം പാരലൽ, സോ ദീസ് 2 ആർ ഇൻ പാരലൽ. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എത്ര വരും, 4 × 12 ഡിവൈഡഡ് ബൈ 4 + 12. നമുക്ക് കിട്ടുന്ന വാല്യൂ 3 ഓം എന്ന് കിട്ടും. കറക്റ്റ്. ഇത് രണ്ടും കൂടെ എഫക്റ്റീവ് വാല്യൂ 3 ഓം എന്ന് വരും. ഈ 3 ഓം എന്തായി മാറിയും, ഇവിടെ നമുക്ക് ഈ 4ഉം 12ഉം സീരീസ് പാരലായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന വാല്യൂ 3 ഓം ആണ്. ആ 3 ഓം ഇവിടെ നമുക്കിങ്ങനെ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ 3 ഓം വരച്ചു കണ്ടോ. ഈ 3 ഓം ഇറ്റ് ഈസ് സീരീസ് വിത്ത് 6 ഓം റെസിസ്റ്റൻസ്. 6ഉം 3ഉം സീരീസ് ആയി. ഈ സീരീസ് കോമ്പിനേഷനിൽ 6 + 3 വിൽ ബി ഗെറ്റിംഗ് 9 ഓം റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ഇപ്പോൾ 9 ഓം എന്ന് കിട്ടി. 6 ഓമും 3 ഓമും സീരീസ് ആയിട്ട് വന്നു. സോ വിൽ ബി ഗെറ്റിംഗ് 9 ഓം റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ എന്തായി, അപ്പോൾ V = I × R. V അപ്ലൈ ചെയ്തിരിക്കുന്ന 72 വോൾട്ട്, കറണ്ട് വരുന്നത് I × R വാല്യൂ 9, വിച്ച് ഇംപ്ലൈസ് കറണ്ട് ഈസ് ഈക്വൽ ടു 72/9, 8 ആംപിയർ കറണ്ട് കിട്ടി. ഇത്രയും മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിലുള്ള പ്രധാനപ്പെട്ട കറണ്ട്, മെയിൻ കറണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു 8 ആംപിയർ. 8 ആംപിയർ കറണ്ട് നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്ത് കിട്ടി. ഈ 8 ആംപിയർ കറണ്ട് ഇതിൽ എത്ര പോർഷനാണ് ഈ 10 ഓമിൽ കൂടെ കടന്നു പോകുന്നതെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഈ തന്നിരിക്കുന്ന ബ്രാഞ്ചിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് I2 എന്നും ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ട് നമുക്ക് I1 എന്നും മാർക്ക് ചെയ്യാം. 4 ഓമിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് നമുക്ക് I2 എന്നും ഈ 10 + 2 12 ഓമിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് നമുക്ക് I1 എന്നും മാർക്ക് ചെയ്താൽ what will be the current through the 10 ഓം റെസിസ്റ്റൻസ്. 10ഉം 2ഉം സീരീസ് ആണല്ലോ, ഇതിലൂടെ കറണ്ട് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ I1 വാല്യൂ എങ്ങനെ എടുക്കാം, I1 ഈസ് ഈക്വൽ ടു മെയിൻ കറണ്ട്. എത്ര മെയിൻ കറണ്ട്, 8 ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ അതർ ബ്രാഞ്ച്. ഇതിലെ കൂടെ കടന്നു പോകുമ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ അതർ ബ്രാഞ്ച് എത്രയാണ്, 4 ഡിവൈഡഡ് ബൈ 4 + 12. 4 + 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആംപിയർ എന്ന് കിട്ടും അല്ലേ. 2 ആംപിയർ.
സോ നമുക്ക് ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ 10 ഓമിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് 2 ആംപിയർ എന്ന് കിട്ടി. ആ 2 ആംപിയർ കറണ്ട് 10 ഓമിൽ അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എത്രയാണ്? ദറ്റ് ഈസ് V10 ഈസ് ഈക്വൽ ടു I ഇൻറ്റു 2 ഇൻറ്റു 10 വിച്ച് ഈസ് ഈക്വൽ ടു 20 വോൾട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് നമുക്ക് 10 ഓമിൻ്റെ അക്രോസ് കിട്ടും. 10 ഓമിൻ്റെ അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പിൻ്റെ വാല്യൂ 20 വോൾട്ടാണ്. ഈ 20 വോൾട്ട് ആയിരിക്കും ഈ കപ്പാസിറ്ററിൻ്റെ അക്രോസ് വരുന്ന ഡ്രോപ്പ്. മനസ്സിലായോ? നമുക്ക് ആദ്യമേ മെയിൻ കറണ്ട് കണ്ടുപിടിച്ചു. മെയിൻ കറണ്ട് കണ്ടുപിടിച്ചിട്ട് കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റാക്കി. ഈ കറണ്ട് I1 ഇതിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. I1 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ ദ മെയിൻ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ദ അതർ ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ 8 × 4 ഡിവൈഡഡ് ബൈ 4 + 12 വിൽ ബി ഗെറ്റിംഗ് 2 ആംപിയർ എന്ന് കിട്ടി. ആ 2 ആംപിയർ കറണ്ടാണ് ഈ 10 ഓം റെസിസ്റ്റൻസ് കൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ V10 ഈസ് ഈക്വൽ ടു 2 × 10. ഇതിൽ കൂടെ ഇതിൻ്റെ ഡ്രോപ്പ് എത്രയാണ്? 2 I2 ആറിൻ്റെ വാല്യൂ 10 2 × 10 വിച്ച് ഈസ് ഈക്വൽ ടു 20 വോൾട്ട്. ക്ലിയർ? അപ്പോൾ ആ 20 വോൾട്ട് ആണല്ലോ ഇതിൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. സോ വാട്ട് വിൽ ബി Q ഈക്വൽ ടു ദെർഫോർ Q ഈക്വൽ ടു C ഇൻറ്റു V. Q ഈക്വൽ ടു സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സിയുടെ വാല്യൂ 10 ഇൻറ്റു പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 20. സോ വിൽ ബി ഗെറ്റിംഗ് 200 മൈക്രോ കൂളംബ്. സോ ആൻസർ ഈസ് 200 മൈക്രോ കൂളംബ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ ആദ്യമേ എടുത്ത കോൺസെപ്റ്റ് കപ്പാസിറ്റർ ബ്ലോക്സ് സ്റ്റഡി കറണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് കപ്പാസിറ്ററിന് അക്രോസുള്ള ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി Q ഈക്വൽ ടു CV എന്ന് അപ്ലൈ ചെയ്തു. V എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ഓമിന് അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ആ 10 ഓം അക്രോസുള്ള PD കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കറണ്ട് കണ്ടുപിടിച്ചത്. അതിന് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യുന്ന മെത്തേഡ് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 8 ആംപിയർ കറണ്ട് കിട്ടി. ആ 8 ആംപിയർ കറണ്ടിൽ 2 ആംപിയർ കറണ്ട് ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാക്കി 20 വോൾട്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇവിടെ നടന്നു. ബാക്കിയുള്ള അപ്പോൾ അങ്ങനെയാണെങ്കിൽ 20 വോൾട്ട് ആണെങ്കിൽ ഇതിൻ്റെ അക്രോസും 20 വോൾട്ട് ആയിരിക്കും. അപ്പോൾ Q ഈക്വൽ ടു 200 മൈക്രോ കൂളംബ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, വിൽ മീറ്റ് വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ഡേ. താങ്ക് യു.